അപ്പോഴല്ലേ 3 ദിവസം മുന്നേ വന്ന പനിയാണ്. എന്നെ വിട്ട് പോകണമെന്ന് ഒരു ആഗ്രഹമില്ല. ഭയങ്കര ഇഷ്ടം പനിക്ക് എന്നോട്. കുറേ ആവി പിടിക്കും, പിന്നെ കുറേ കട്ടൻ കാപ്പി കുടിക്കും, പിന്നെ ഇങ്ങനെ തല പൊങ്ങാതെ കിടക്കും. 2 ദിവസം മുന്നേ ഹോസ്പിറ്റലിലൊക്കെ പോയി. BP ഭയങ്കരമായിട്ട് കുറവാണെന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ ഡോക്ടർ കുറേ മരുന്ന് എഴുതി. അതൊക്കെ കൂടെ കഴിച്ചിട്ട് എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യ കേട്ടോ. തല പൊക്കാൻ വയ്ക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെയാണെങ്കിൽ ഇതാ അങ്ങനെ ഓരോരോ പണികളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർ കുറേ ദിവസം മുന്നേ ഇട്ടിട്ട് പോയ പണികളാണ്. ഇപ്പം എനിക്ക് ഒട്ടും വയ്യാതായപ്പോഴാണ് ഇങ്ങനെ വന്നിട്ട് ഓരോന്ന് ചെയ്യണത് കേട്ടോ. ഇപ്പോൾ ഉണ്ണേട്ടനാണെങ്കിൽ സ്റ്റൂള്, അതുപോലെ എന്താ പിക്കാസ്, ഇതെല്ലാം കേട് വന്നതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ഗ്യാസ് കുറ്റിയെ പുറത്താക്കാൻ വേണ്ടി ഒരു കൂട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചെരുപ്പിനും ഒരു കൂട് വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു മാസം മുന്നേ ആ ചെരുപ്പിന് കൂട് വാങ്ങിയത്. എനിക്കിവിടെ ചെടിപ്പിനകത്ത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാർക്ക് മൊത്തം എൻ്റെ ചെടികളുടെ ഇടയിൽ പാമ്പ് വരും, അത് ഷൂവിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും എന്നുള്ളൊരു പരാതിയാണ്. അപ്പോൾ ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഷൂവിന് വേണ്ടി റാക്ക് വാങ്ങിയത്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടോ. പിന്നെ അങ്ങനെ അവരവിടെ പണിയുമ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ചായ ഉണ്ടാക്കുകയാണ്. എനിക്കാണെങ്കിൽ പനി വന്നപ്പോൾ തൊട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നിങ്ങനെ തോന്നിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. എൻ്റെ നാവിനൊന്നും ഒട്ടും രുചി തോന്നണില്ല. അപ്പം ഞാൻ ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഉണ്ണേട്ടനോട് ചായക്കടി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാൻ പറഞ്ഞയച്ചു. ആ സമയം കൊണ്ട് മീഷോയിൽ നിന്ന് കുട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഹാൻഡ് വാഷ് ഡിസ്പെൻസർ വന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കൊറോണ വന്നപ്പോൾ കിട്ടിയ ഒരുപാട് നല്ല ഗുണങ്ങളിലൊന്നാണ് ഹാൻഡ് വാഷ് യൂസ് ചെയ്യുക, അതുപോലെ സാനിറ്റൈസർ യൂസ് ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ. അതൊക്കെ ഒരുപാട് നല്ല കാര്യമാണ്. നമുക്ക് കൊറോണയ്ക്ക് മുന്നൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒട്ടും തന്നെ നമ്മൾ ചെയ്യണ്ടായിരുന്നില്ല. പക്ഷേ കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെയുള്ള കുറച്ച് വൃത്തിയുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇത് അന്ന് ലുലു മോളിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ ആണ് ഹാൻഡ് വാഷ്. അപ്പോൾ അങ്ങനത്തെ അവനാണെങ്കിൽ യാർഡ്ലിയുടെ തന്നെയാണ് കൂടുതൽ വാങ്ങാറ്. അതിന് നല്ലൊരു മണം, അവന് ഇഷ്ടപ്പെട്ട ഒരു മണമാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഹാൻഡ് വാഷൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് തുറന്ന് നോക്കി അതിൻ്റെ ഉപയോഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിനൊരു വല്ലാത്ത സുഖമാണ് അല്ലേ. അത് കഴിഞ്ഞപ്പോഴേക്കും പാലൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് കടുപ്പത്തിൽ തന്നെ ഒരു ചായ ഉണ്ടാക്കി. എനിക്കാണെങ്കിലുണ്ടല്ലോ ഈ പാൽ ചായ, കട്ടൻ ചായ തന്നെയാണ് ഞാൻ കൂടുതൽ കുടിക്കാറ്. പാൽ ചായ കുടിക്കുമ്പോൾ അതിൽ ഇഞ്ചിയോ ഏലക്കയോ ഒക്കെ ഇട്ടിട്ട് കുടിക്കാനാണ് കൂടുതലിഷ്ടം. പക്ഷേ ഉണ്ണേട്ടന് ഏലക്ക ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പറയും ഇതെന്താ മസാലപ്പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറി പോലെ ആവും എന്ന് പറയും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മസാല ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എനിക്കുള്ള ചായയിൽ മാത്രം കുറച്ച് ഏലക്കയും ഇഞ്ചിയും കുത്തിച്ചതച്ചിട്ടിട്ട് ബാക്കിയുള്ളവർക്കുള്ളിൽ ഒന്നും ഇട്ടില്ല, പഞ്ചസാരയും ചായപ്പൊടിയും മാത്രം ഇട്ടുള്ള ഒരു ചായ ആക്കി കൊടുത്തു. അപ്പോഴേക്കും ഉണ്ണേട്ടൻ ആ ചായക്കടിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് പ്ലേറ്റിലാക്കിയിട്ട് അവിടെ പണിക്ക് വന്ന എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് ഞാനും കൂടെ ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ടാണെങ്കിലും ഡെയിലി വീഡിയോ ഇടുന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 2 ദിവസമായി സൗണ്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിലൊന്നും ഞാൻ വോയിസ് ഓവർ കൊടുക്കാതിരുന്നത്. എന്തായാലും പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ചായ കുടിക്കായിരുന്നപ്പോഴേക്കും ഉണ്ണേട്ടൻ പുതിയ ചെടി സ്റ്റാൻഡ് ഉണ്ടാക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചോദിക്കാൻ വിളിച്ചതായിരുന്നേ.